ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഹംഗർടേൽസ്. ഇന്ന് വന്നിരിക്കുന്ന ഒരു വെജ് റെസിപ്പി ആയിട്ടാണ്. 5 മിനിറ്റ്സിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ്. ബ്രിഞ്ചോൾ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ബ്രിഞ്ചോളിന് എഗ് പ്ലാന്റ് എന്നും പറയും, രണ്ടും സെയിം ആട്ടോ. ബ്രിഞ്ചോൾ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു വെജിറ്റബിളാണ്. വെയിറ്റ് ലോസിനും ബ്ലഡ് ഷുഗർ കൺട്രോളിനും ഹാർട്ട് ഡിസീസൊക്കെ കുറയ്ക്കാനായിട്ട് നല്ലൊരു വെജിറ്റബിളാണ്. ഹൈ ഫൈബറും ലോ കാലറിയും ഉള്ള റിച്ച് ന്യൂട്രിയൻസ് ഉള്ള ഒരു വെജിറ്റബിളാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിന് മുന്നേയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയിട്ട് ബെല്ലൈക്കൺ ഞെക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഞെക്കിയാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ 2 പേർക്ക് ഉണ്ടാക്കാൻ ആയിട്ട് എടുക്കുന്നത്. ഞാൻ ഒരു ബ്രിഞ്ചോൾ എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്യാം. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. മാരിനേറ്റ് ചെയ്തെടുത്ത് ബ്രിഞ്ചോളിനെ ഒരു 10 മിനിറ്റ്സ് മാറ്റി വയ്ക്കാം. ഈ ബ്രിഞ്ചോളിനെ നമുക്കിനി ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത്. ഞാൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. കുറച്ചുകൂടി ഹെൽത്തിയർ വേയിലാണ് ഫ്രൈ ചെയ്യേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ്. ജസ്റ്റ് ഷാലോ ഫ്രൈ മതി. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 2 സൈഡ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ബ്രിഞ്ചോളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി നമുക്കൊരു യോഗർട്ട് സോസ് ഉണ്ടാക്കണം. സോസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് അധികം പുളിയില്ലാത്ത കട്ടി തൈര് അല്ലെങ്കിൽ പ്ലെയിൻ യോഗർട്ട് ആയാലും മതി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. ഇതിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്തത്. അതിടുമ്പോൾ വേറൊരു ഫ്ലേവറാണ്. ഇതിന് നമുക്ക് താളിച്ചെടുക്കണം. അപ്പോൾ താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ. ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ജസ്റ്റ് നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ കേർഡ് മിക്സ് ആണ് ഫസ്റ്റ് ലെയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണെങ്കിലും സെർവ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ രീതിയിലാണ് സെർവ് ചെയ്യാറ്. ഇതിൻ്റെ മുകളിൽ ഇനി നമുക്ക് ആ തൈരിലേക്ക് നമ്മൾ താളിച്ച് വെച്ച് അത് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബ്രിഞ്ചോൾ അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സ്പൈസി കേർഡ് സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഭയങ്കര എളുപ്പമാണ്. 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഡിഷാണ്. ഭയങ്കര സ്പൈസി അല്ല, അതുകൊണ്ട് പിള്ളേർക്കും ഇത് കൊടുക്കാൻ നല്ലതായിരിക്കും. തൈരും ആണല്ലോ, അപ്പോൾ എന്തായാലും ഇഷ്ടമാവും. ചോറിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയും വെറുതെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.